ഇറ്റ്സ് ടൈം ഫോർ ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രി. നവംബർ 21, 22, 23 ദിവസങ്ങളിലാണ് റേസ് വീക്കെൻഡ് നടക്കുന്നത്. 21-ാം തീയതി പ്രാക്ടീസ് സെഷന്, 22-ാം തീയതി ക്വാളിഫയിങ്, 23-ാം തീയതി രാവിലെയാണ് റേസ് വരുന്നത്. F1 സീസണിലെ ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ്സ് ഉള്ള സർക്യൂട്ടുകളാണ് ലാസ് വേഗാസ് സർക്യൂട്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു DRS ഒക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 350 km/h റേഞ്ചിൽ വരെ കാറുകൾ പോകും. ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6.201 km ആണ്. F1 കലണ്ടറിലെ ഏറ്റവും ലെങ്ത് ഉള്ള സർക്യൂട്ടാണ് ലാസ് വേഗാസ് സർക്യൂട്ട്. അതേപോലെ F1 കലണ്ടറിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ്സ് ഉള്ളൂ 1.9 km. അതായത് ലാസ് വേഗാസ് സ്ട്രിപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രേറ്റ് ഉണ്ട്, 1.9 km ആണ്. അതുപോലെ തന്നെ ഈ ലാസ് വേഗാസ് സിറ്റി സർക്യൂട്ട് അറിയപ്പെടുന്നത് ലാസ് വേഗാസ് സിറ്റി സ്ട്രിപ്പ് സർക്യൂട്ട് എന്നാണ്. ഇതൊരു ഹൈബ്രിഡ് സർക്യൂട്ടാണ്. മീൻസ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റോഡ്സിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടേൺ 1 തന്നെ ഒരു ഹെയർ ബെൻഡ് ടേൺ ആണ്. ഈ ട്രാക്ക് ഒരു ആന്റി ക്ലോക്ക് വൈസ് ട്രാക്കാണ്. ഈ റേസ് നടക്കുന്നത് നൈറ്റ് ടൈം ആണ്. അത് മാത്രമല്ല ലാസ് വേഗാസ് ഒരു ഡെസേർട്ട് സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ റേസ് നടക്കുന്നത് 11 PM. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് 11 ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കും. കലണ്ടറിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ളൊരു റേസ് ആയിരിക്കും. അതുമാത്രമല്ല ട്രാക്ക് തണുത്ത് കഴിഞ്ഞാൽ ഈ ടയേഴ്സ് വാമപ്പ് ആകാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ടയർ വാമപ്പ് ആകാൻ വേണ്ടി കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ടയറിന് ഗ്രിപ്പ് കിട്ടാനും താമസിക്കും. അപ്പം ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ടയർ ആ പൊസിഷനിൽ തന്നെ ഒത്തിരി തവണ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടയറിൻ്റെ ഡീഗ്രേഡേഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അതുമാത്രമല്ല ഇതൊരു ഫാസ്റ്റ് സർക്യൂട്ടാണ്. അപ്പം ലെസ് ഡ്രൈവ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡ്രൈവേഴ്സ് ഓടുന്നുണ്ടാവും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഹാർഡ് ടയേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിറലി ലാസ് വേഗാസ് GPയിലേക്ക് ടീമുകൾക്ക് കൊടുക്കുന്നത് C3, C4, C5 കോമ്പൗണ്ട് ടയേഴ്സ് ആയിരിക്കും. അതുമാത്രമല്ല സ്ട്രീറ്റ് സർക്യൂട്ട്സിൽ ഓവർടേക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ക്വാളിഫയിങ്ങിൽ ആര് മുമ്പിൽ വരുന്നോ അയാൾ തന്നെ ഫസ്റ്റ് അടിക്കാനാണ് സാധ്യത. അതുമാത്രമല്ല യൂഷ്വലി ഒരു ഫോർമുല 1 ഗ്രാൻഡ് പ്രി വീക്കെൻഡ് എന്ന് പറയുന്നത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിരിക്കും. പക്ഷേ ഇവിടെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ റേസ് നടക്കുന്നത് ലേറ്റ് നൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ടെലികാസ്റ്റ് ആവുന്നത് മോർണിംഗ് ആയിരിക്കും. നമുക്കിവിടെ മോർണിംഗിലായിരിക്കും, 9:30 ആയിരിക്കും. പിന്നെ നിങ്ങൾ റേസ് കണ്ടിട്ട് നിങ്ങളുടെ ഇൻസൈറ്റ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.